നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. JC ഡാനിയൽ സ്മൃതി ദിനവും ആദരച്ചടങ്ങും സംഘടിപ്പിച്ചു. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ 50ാമത് ഓർമ്മദിനം JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിലെ JC ഡാനിയലിന്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ സംഘടിപ്പിച്ചു. CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ആദ്യമായി JC ഡാനിയലിന്റെ പ്രതിമ ജന്മനാട്ടിൽ സ്ഥാപിച്ച നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജമോഹനനെ JC ഡാനിയലിന്റെ മകൻ ഹാരിസ് ഡാനിയൽ ഉപഹാരം നൽകി ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സോന S നായർ പ്രശസ്തി പത്രവും സെക്രട്ടറി സാബു കൃഷ്ണ മെഡലും സമർപ്പിച്ചു. അഡ്വക്കേറ്റ് B ജയചന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. കേരള ഗാന്ധി സ്മാരക നിധി ജോയിന്റ് സെക്രട്ടറി VK മോഹൻ, വിനോദ് വൈശാലി, KR അജയൻ, സജിലാൽ നായർ, സുരേഷ് തമ്പി, സുശീല ഡാനിയൽ, രാകേഷ് രാജ, ഗോപൻ ശാസ്തമംഗലം, റഹീം പനവൂർ, ഡോക്ടർ അനീഷ് കുറുപ്പ്, ഗോപകുമാർ, ജോൺ സെൽവനാഥൻ, മുരളി കോട്ടക്കരൻ എന്നിവർ സംസാരിച്ചു. പക്ഷെ പല കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു. ബംഗനാടിന്റെ സംസ്കാരത്തെയും സാഹിത്യ ലോകത്തെയും ഉന്നതങ്ങളിൽ എത്തിക്കാൻ രവീന്ദ്രനാഥ് ടാഗോറും സത്യജിത്രയും ബംഗം ചന്ദ്രയും കൂടെ നടത്തിയ സംയുക്തമായിട്ടുള്ള പ്രവർത്തനം പോലെ തന്നെ കേരളത്തിൽ JC ഡാനിയലിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞില്ല, പ്രശസ്തിയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. അതാണ് ചരിത്രം. നമ്മൾ ചരിത്രത്തിൽ ഏടുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവും. ഇവിടെ നെയ്യാറ്റിൻകര നഗരസഭ അദ്ദേഹത്തിന്റെ ജന്മനാടെന്ന നിലയിൽ എത്രയുമെങ്കിലും നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിനേക്കാളും അതിമനോഹരമായിരിക്കും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പണർ ആഡിറ്റോറിയം നിങ്ങൾ കാണില്ല. അത് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും JC ഡാനിയലിന്റെ യങ്ങസ്റ്റ് സൺ. ഞാൻ ഒരു കൊല്ലം താമസിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബോത്ത് 60 years. എനിക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കുറച്ച് കൂടുതലാണ്. കാരണം 60 കൊല്ലത്തോളമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ് സഞ്ചരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്ന് ചേർന്നിരിക്കുന്നു. ഇനി വേറൊരു സന്തോഷമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, JC ഡാനിയലിന്റെ ഗ്രാൻഡ് സൺ ഇവിടെ വന്നിട്ടുണ്ട്. സെൽവം പീസ് എൻ്റെ സിസ്റ്ററുടെ സണ്ണ. സോ അങ്ങനെ നെയ്യാറ്റിൻകര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേഞ്ച് പ്ലേസ് ഫോർ മീ. കൂടുതൽ പരിചയമൊന്നുമില്ലായിരുന്നു. നമ്മുടെ VK മോഹൻ സാറ് പറഞ്ഞ പോലെ VK മോഹൻ സാറ്, പിന്നെ എനിക്ക് അതിലൊരു അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ഗോപൻ ശാസ്ത്രമെന്ന ചേട്ടൻ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനും ഓരോരുത്തരെ വിളിക്കണമെങ്കിൽ പോലും ചേട്ടന്റെ സപ്പോർട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്തിന്റെ ആളായി. അപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ടുള്ള പ്രതിസന്ധികളും ആ പ്രതിസന്ധികളെല്ലാം തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് താൻ എന്താണോ ലക്ഷ്യമാക്കിയത് ആ ലക്ഷ്യത്തിലുള്ള പ്രയാണത്തിലേക്ക് അദ്ദേഹം ഒന്നും കൂസാതെ അത് സാക്ഷാത്കരിക്കുന്നതുവരെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിനൊരു ഇരിപ്പിടമുണ്ടാക്കി അതിന് എല്ലാവിധ നേതൃത്വവും നൽകിയ സോനയ്ക്കും അതോടൊപ്പം തന്നെ ഇതിന് എല്ലാ സഹായവും ഈ ഒരു നഗരത്തിൽ JC ഡാനിയലിന് ഒരു ഓഡിറ്റോറിയം ഉൾപ്പെടെ തിയേറ്റർ ഉൾപ്പെടെ ചെയ്യാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത രാജ്മോഹൻ സാറിനും എല്ലാ ആശംസകളും ആദ്യമേ തന്നെ നേരുന്നു. ഏതൊരു കലാകാരനും, അത് അഭിനയിക്കുന്നവരായാലും സംഗീതജ്ഞരായാലും ഏവർക്കും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മോഹം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയാണ്. ആ സിനിമയിലെ അങ്ങനെ മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയൽ അദ്ദേഹത്തിന്റെ അനുസ്മരിക്കുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നഗരസഭയിലെത്തിയ ഒരു മഹത്താണ് PK രാജമോഹൻ സാർ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതിലൊരു ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് നമ്മൾ ഈ പുറകെ കാണുന്ന JC ഡാനിയലിന്റെ പ്രതിമയും ഈ സ്മാരകന്റെ ചരമദിനമാണെന്ന് അറിയാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും നെയ്യാറ്റിൻകരയിലെ പലയിടങ്ങളിലും നെയ്യാറ്റിൻകരയിലെ ചരിത്ര നായകന്മാരെ അടയാളപ്പെടുത്തി വരികയാണ്. അതിനെ നഗരസഭയ്ക്കും നഗരസഭാ ചെയർമാന്റെ അതികഠിനമായ ഒരു പ്രയത്നമാണ് അതിന്റെ പിന്നിൽ.